ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ, സ്റ്റുഡിയോ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ അതിന് ഞാൻ കുറേ പ്രോഡക്റ്റുകൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ മോനൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ട്. ഇതാണ്. അപ്പോൾ ഈ ഷർട്ടിട്ട ഫോട്ടോസ് ഞാൻ അടുത്ത ദിവസം, നല്ല ക്വാളിറ്റി അടിപൊളി നല്ല ഷർട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്കും വൈറ്റും കൂടി വരുന്നൊരു ഷർട്ടാണ്. പിന്നെ അപ്പോൾ ഇത് 399 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അവൻ 2 ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇതാണ്, ഒരു ടീഷർട്ട് ഇതാണ്. ഈ ടീഷർട്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 179 ആണ് കേട്ടോ. നല്ല ടീഷർട്ടാണ്, സൂപ്പർ. ഞാൻ അടിപൊളി ടീഷർട്ടാണ്. ഇതൊന്ന്, ഇത് വേറൊരു ടീഷർട്ട്, ഇതൊരു ടീഷർട്ട്. ഇതും 179 ആണ്, 179 ആണ് ഇതിൻ്റെ റേറ്റ്. നല്ല ടീഷർട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ. സ്റ്റുഡിയോയുടെ സൂപ്പർ പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ അവനൊരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏജ് കണക്കാക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പം 11 to 12 ഇയേഴ്സ് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് 699 ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷം അവന് ബർത്ത്ഡേക്ക് ഞാൻ അങ്ങനെ പോയി എടുക്കുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യവും അവിടെ തന്നെ എടുത്തത്. നല്ല സൂപ്പർ നല്ല തുണിയാണ് കേട്ടോ. ഇതൊരു പാൻറ്റ്, ഇങ്ങനത്തെ ഒരു പാൻറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടേക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ലിപ് ബാമാണ്. ഇത് എത്ര രൂപയാണ്? 49 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 49 രൂപ ഉള്ളൂ. 49 രൂപയുള്ള ഒരു ലിപ് ബാമാണ്. ചെറി ഫ്ലേവർ, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ചെറിയൊരു ടിൻറ്റഡായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല മണവും ഉണ്ട്. അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഫേവറേറ്റാണ് കോഫി മാസ്ക് ഇടുന്നത്. കോഫി പൗഡർ കൊണ്ടിട്ട് ഞാൻ മാസ്ക് യൂസ് ചെയ്യാറുണ്ട്, സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കോഫി മാസ്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കോഫി മാസ്ക് കണ്ടപ്പോൾ ഒരു മാസ്കും കൂടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയുടെ. ഇതും 49 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടാനൊക്കെ ഒന്ന് മാറാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊരെണ്ണം. പിന്നെ മേടിച്ചിട്ടുള്ളത് ഇത് സൺസ്ക്രീൻ വൈപ്സ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പം എന്താ പറയുക, സൺസ്ക്രീനൊക്കെ കൈ കൊണ്ട് നടക്കുക ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സൺസ്ക്രീൻ വൈപ്സ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത് SPF 15 ഉള്ളൂ, എന്നാലും നമുക്ക് ചെറിയ യൂസിനൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇതും 49 ഉള്ളൂ കേട്ടോ. ഇതും 49 ഉള്ളൂ. അപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചത് നെയിൽ പോളിഷ് റിമൂവറാണ്. നമ്മുടെ ടിഷ്യൂ ഇല്ലേ, അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. ഇതും 49 ആണ്. നമുക്ക് ഇതിനകത്തും അത്യാവശ്യം ഉണ്ടാവും. ഞാനും ടിഷ്യൂ അല്ലെങ്കിൽ ലിക്വിഡാണ് മേടിക്കാറ്. അപ്പോൾ ഇപ്പം ടിഷ്യൂ കണ്ടപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഓർത്ത് എങ്ങനെയുണ്ടെന്ന് 30 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 30 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 49 രൂപയാണ്. ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് മേടിച്ചിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചില്ല, പൊട്ടിച്ച് നോക്കണം. പിന്നെ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരെണ്ണം മേടിച്ചു. അങ്ങനെ ഈ കളർ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കളർ. അപ്പോൾ എനിക്ക് തീർന്നപ്പോൾ ഞാൻ സെയിം ഷെയ്ഡ് തന്നെ എടുക്കുമായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ ഇത് ഈ ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഷെയ്ഡാണ്, അപ്പോൾ തീർന്നു പോയി. എന്നാലും എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതൊരു പുതിയ ഷെയ്ഡാട്ടോ. പുതിയതല്ല, എൻ്റെ ഇതിൻ്റെ വേറെ കമ്പനിയുടെ ഉണ്ട് ഈ കളറിൻ്റെ. പക്ഷേ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചത്. പിന്നെ അവന് പിറന്നാളായതുകൊണ്ട് അവന് വേറെ ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഷൂവും കൂടി മേടിച്ചിട്ടുണ്ട്. അത് പുറത്തുനിന്ന് മേടിച്ചാട്ടോ, സ്റ്റുഡിയോയിൽ നിന്നല്ല മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ സ്റ്റുഡിയോ ഹോൾ വീഡിയോസ് കണ്ടു.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റുഡിയോ വിശേഷങ്ങൾ, അവൻ്റെ പിറന്നാൾ വിശേഷങ്ങളൊക്കെ. ഇനി ബാക്കി നമുക്ക് അപ്ഡേഷൻസൊക്കെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.